മണ്ണാർക്കാട് പയ്യനടം GLP സ്കൂളിൽ ജനകീയ കൂട്ടായ്മയിൽ സ്വന്തമാക്കിയ 1/2 ഏക്കർ സ്ഥലം മന്ത്രി GR അനിൽകുമാർ കുരുന്നുകൾക്ക് സമർപ്പിച്ചു. നിശ്ചയദാർഢ്യവും കൂട്ടായ്മയും ഉണ്ടെങ്കിൽ അസാധ്യമായി ഒന്നുമില്ലെന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ കളിസ്ഥലമെന്ന് മന്ത്രി പറഞ്ഞു. ഈ കൂട്ടായ്മയ്ക്ക് സമ്മാനമായി വർണ്ണക്കൂടാരം പദ്ധതിയിൽ പയ്യനടം GLP സ്കൂളിനെ ഉൾപ്പെടുത്തുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. 105 വർഷം പഴക്കമുള്ള സ്കൂളിന് കളിസ്ഥലം ഉണ്ടായിരുന്നില്ല. തൊട്ടടുത്ത സ്ഥലം വാങ്ങാനായി സ്കൂളിലെ കുട്ടികൾ മിഠായി വാങ്ങാനുള്ള പണം പോലും മാറ്റിവെച്ചത് മലബാർ സിറ്റി ന്യൂസ് വാർത്ത നൽകിയിരുന്നു. ഇതോടെ കളിസ്ഥലം എന്ന ആവശ്യം PTA-യും നാട്ടുകാരും സുമനസ്സുകളും ഏറ്റെടുത്തു. ജനകീയ കൂട്ടായ്മയിൽ സ്ഥലത്തിന്റെ വിലയായ 44 ലക്ഷം രൂപ കണ്ടെത്തുകയായിരുന്നു. സ്കൂൾ വാർഷിക ചടങ്ങിൽ ഒരു നാടിന്റെ സ്വപ്നമായ കളിസ്ഥലം മന്ത്രി സമർപ്പിച്ചു. സമ്പത്താണ് നമ്മുടെ സംസ്ഥാനത്തുള്ള നിരവധിയായിട്ടുള്ള വിദ്യാലയങ്ങൾ ഇന്ന് കാണുന്ന മികവിന്റെ കേന്ദ്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങളെല്ലാം അതിനെല്ലാം സഹകരിപ്പിച്ച് ഈ നിലയിലേക്ക് സ്ഥലം വാങ്ങാൻ മുൻകൈയെടുത്ത PTA ഭാരവാഹികളെ, ഗ്രാമപഞ്ചായത്തിന്റെ ഭാരവാഹികളടക്കമുള്ള ജനപ്രതിനിധികളെ ഏറെ അഭിമാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി ഗവൺമെന്റിന് വേണ്ടി ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. എല്ലാവർക്കും ആശംസകൾ നേരുകയാണ്. N. ഷംസുദ്ദീൻ MLA അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V. പ്രീത, കുമരംപുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ ആമ്പാടത്ത്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റസീന വറോഡൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ഗഫൂർ കോൽക്കളത്തിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മുസ്തഫ വറോഡൻ, പഞ്ചായത്ത് അംഗങ്ങളായ ഇന്ദിര മടത്തുപുള്ളി, സഹദ് അരിയൂർ, നൌഫൽ തങ്ങൾ, P. അജിത്ത്, ലക്ഷ്മിക്കുട്ടി, D. വിജയലക്ഷ്മി, പ്രധാനാധ്യാപകൻ MN കൃഷ്ണകുമാർ, രവി എടേരം, ജുനൈസ് നെച്ചുള്ളി, അൻഷാദ് തോട്ടശ്ശേരി, PTA പ്രസിഡന്റ് റാഫി മൈലങ്കോട്ടിൽ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും നടത്തി. മലബാർ ന്യൂസ്, മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ HD പ്രാദേശിക ചാനൽ.